ഗോസിപ്പ് പറയാറുണ്ടോ? പൊതുവെ ഗോസിപ്പ് പറയാനും കേൾക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇതിന്റെ പുറകിൽ ഒരു അപകടമുണ്ട്. ശരിക്കും ഗോസിപ്പ് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താ സംഭവിക്കണേന്ന് അറിയോ? നമ്മൾ റെഗുലർ ആയിട്ട് മനസ്സിന് ജങ്ക് ഫുഡ് കൊടുക്കുന്ന എഫക്റ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. പൊതുവെ ആളുകൾ ഗോസിപ്പ് പറയുന്നത് രണ്ട് കാര്യത്തിനാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലും ഇല്ല എന്ന് അറിയുമ്പോൾ ഉള്ളൊരു ആശ്വാസം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. എന്താന്ന് വെച്ചാൽ ലോകത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ അറിയണ്ടേ, എന്നാലല്ലേ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷെ ഈ രണ്ട് കാര്യത്തിനാണെങ്കിലും ഇത് നമുക്ക് രണ്ടും നെഗറ്റീവായിട്ട് മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണെങ്കിൽ കൂടി ഈ ലോകത്ത് നടക്കുന്ന ഗോസിപ്പായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ നല്ല എനർജീനെ നശിപ്പിച്ചു കളയും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിനുള്ള എനർജി പോലും ഉണ്ടാവില്ല. സോ പ്രൊട്ടക്ട് യുവർ പീസ്, ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ്സ് അപ്ലിഫ്റ്റിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം, ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കാം, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ മനസ്സിലെ നല്ല എനർജി കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്കും ആ എനർജിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇന്ന് തൊട്ട് സ്റ്റേ അവേ ഫ്രം ഗോസിപ്പ്.